നമ്മൾ ബേക്കൽത്താൽ ബേസ് ക്യാമ്പിൽ നിന്ന് രാവിലത്തെ യാത്ര തുടങ്ങുക. അപ്പം ഈ ട്രെയിൽ എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് ഇതുപോലെ കുത്തനെയുള്ള കയറ്റമാണ്. ഈ കയറ്റം ഏകദേശം ഒരു 2.5 കിലോമീറ്റർ ഇങ്ങനെ സ്റ്റീപ്പ് മാത്രമേ ഉള്ളൂ. അത് ബേക്കൽത്താൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് കുത്തനെയുള്ളൊരു കയറ്റമാണ്. 2.5 കിലോമീറ്റർ കുത്തനെയുള്ള കയറ്റം കയറണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴേക്ക് കുറച്ച് ഇറക്കമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അങ്ങനെയാണ് പോകേണ്ടത്. ഇനി തൊട്ടപ്പുറത്ത് നമുക്ക് ബേക്കൽത്താൽ ലേക്ക് ഉണ്ട്, അത് കാണണം. ഇപ്പോൾ ഈ ബേക്കൽത്താൽ ബേസ് ക്യാമ്പ് എന്ന് പറയുന്നത് ഇതാണ്, അതായത് ഉറഞ്ഞു കിടക്കുന്നത്. ഇതല്ല ബേക്കൽത്താൽ ലേക്ക്. ബേക്കൽത്താൽ ലേക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ കുറച്ചുകൂടി മേലെയാണ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. ആ വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടും. അപ്പോൾ സെക്കൻഡ് ഡേ ഫസ്റ്റ് മോർണിംഗ് ബേക്കൽത്താലിലേക്കുള്ള യാത്ര. ഈ ട്രെയിലെന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഫുള്ള് സ്ലിപ്പറിയാണ്. അത്യാവശ്യം നന്നായി മഞ്ഞ് പെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ. ഇന്നലെ പിന്നെ സ്നോഫോൾ പൊതുവെ കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ ഇന്ന് വലിയ ചെളിയില്ല. നമുക്ക് ഇറങ്ങിപ്പോകുമ്പോൾ അതായത് മഞ്ഞിൽ നമുക്ക് ഭയങ്കര ഡേഞ്ചർ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ ഉറഞ്ഞെടുക്കുന്ന മഞ്ഞുണ്ടല്ലോ, അത് ഭയങ്കര ഡേഞ്ചറാണ്. നമ്മളെപ്പോഴാണ് കാല് സ്ലിപ്പാകുമെന്നൊന്നും പറയാൻ പറ്റില്ല. കറക്റ്റായിട്ടുള്ള സ്പൈക്കും കാര്യങ്ങളും ഇട്ടിട്ട് വേണം നടക്കാൻ. പിന്നെ ഈ താഴെ കാണുന്ന ആ ഉറഞ്ഞു കിടക്കുന്ന ലേക്കാണ് ബേക്കൽത്താൽ ലേക്ക്. ഇത് കംപ്ലീറ്റ് ഫ്രോസൺ ആണ്. അതിൻ്റെ മേൽഭാഗം മാത്രമേ ഐസായിട്ട് കിടക്കുന്നുണ്ടാവുള്ളൂ. നമ്മളതിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ താഴേക്ക് നേരെ ഇറങ്ങിപ്പോകും. പക്ഷേ ഈ ഭാഗം കംപ്ലീറ്റ് മഞ്ഞ് മൂടി കിടക്കുക. വഴിയിൽ കാണുന്ന ഒരു ചെറിയൊരു ടെമ്പിളാണിത്. അതായത് ഇവിടുത്തെ ആളുകൾ നാഗദൈവത്തിനെ ആരാധിക്കുന്ന ഒരു ടെമ്പിളാണിത്. കംപ്ലീറ്റ് സ്നോയിൽ മൂടി കിടക്കുന്ന ഒരവസ്ഥയിലാണ് കാണുന്നത്. ഇന്ന് മഞ്ഞ് കുറവുള്ളതുകൊണ്ട് ഇവിടെ വലിയ സ്നോയൊന്നുമില്ല. എങ്കിലും ഈ ഫ്രോസണായി കിടക്കുന്ന ഈ ബേക്കൽത്താൽ ലേക്കിൻ്റെ അടുത്ത് ഈ ഒരു ചെറിയ ടെമ്പിൾ, ഇതൊരു ഭയങ്കര ഭംഗിയാട്ടോ കാണേ. അല്ല, അതുകൊണ്ട് നാഗദൈവത്തിൻ്റെ ഒരു വിഗ്രഹമൊക്കെ ഉണ്ട്. വിഗ്രഹം ചെറിയൊരു ഫോട്ടോയൊക്കെ വെച്ച് ചെറിയൊരു മണിയൊക്കെ വെച്ച് ഇവിടെ ആളുകൾ വന്നിട്ട്, അതായത് ഈ ബ്രഹ്മതാൽ എന്ന് പറഞ്ഞാൽ പൊതുവെ ഹിമാലയ എന്ന് പറയുന്നത് തന്നെ ഇവർക്കൊരു പുണ്യഭൂമിയാണല്ലോ. അതുകൊണ്ട് ഇവിടെ ഒരുപാട് അമ്പലങ്ങളും ഇവിടെ ശിവലിംഗവും ഒക്കെ ഫ്രോസണായി കിടക്കുന്നത് കാണാൻ പറ്റും. അതിൽ ഒന്നാണിത്. അതുമാത്രമല്ല, ഇവിടെ നമ്മൾ കാണുന്നതിൽ ഏറ്റവും ഭംഗിയുള്ളൊരു വ്യൂ എന്ന് പറയുന്നത് ഈ ബേക്കൽത്താൻ്റെ അടുത്ത് ഈ അമ്പലവും പിന്നെ അതിനിടയിലൂടെയുള്ള ഈ വ്യൂ ആണ്. കംപ്ലീറ്റ് ഫ്രോസണായിട്ടാണ് കിടക്കുന്നത്. ഇവിടെ ഈ ഏരിയയിലൊക്കെ ലേക്കിൻ്റെ ഭാഗങ്ങളുണ്ട്, പക്ഷെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ താന്നു പോകും. ഓക്കെ, ബൈ. ക്യാമ്പിലേക്കുള്ള വെള്ളം കൊണ്ടുപോകുന്നതാണിത്. ഇതുപോലെ സാധാരണ നമ്മൾ വിചാരിക്കും പിന്നെ മഞ്ഞുരുക്കിയിട്ട് കൊണ്ടുവന്നാൽ മതിയെന്ന്. പക്ഷേ മഞ്ഞുരുക്കി കഴിഞ്ഞാൽ ഈ മഞ്ഞിൽ എന്തോ സൾഫറിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഈ മഞ്ഞ് ഡയറക്റ്റ് എടുത്ത് നമുക്ക് പാചകത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവർ ഇതിൻ്റെ അങ്ങേയറ്റത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്കായിരിക്കും വാട്ടർ ബോഡി ഉണ്ടാവുക. അപ്പോൾ അവിടെ പോയിട്ട് ഒരു വെള്ളം എടുത്തിട്ട് വരണം. എന്നിട്ടാണ് നമുക്ക് കുക്ക് ചെയ്ത് വരുന്നത്. പിന്നെ നമ്മൾ താമസിക്കുന്ന ടെൻറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള മഞ്ഞിൻ്റെ മേലെ കേട്ടോ കംപ്ലീറ്റ് ടെൻ്റ് അടിച്ച് നമ്മൾ കിടക്കണേ. ഇനി അങ്ങോട്ടേക്കുള്ള വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. തൃശ്ശൂർ, നന്ദാകുണ്ടി, താരാബിഗ്യാലൊക്കെ നമുക്കിവിടുന്ന് കാണാൻ പറ്റും.
is Shiva temple. You can see Mount Trishul behind of Trishul. Okay. And there is also natural Shivalinga. And it's very old Trishul, 1,000 years old. Yeah, very beautiful. So we will be there. Full color. It's a one. നടന്നു വരുന്ന വഴിയിൽ ഒരു ചെറിയ അമ്പലങ്ങളൊക്കെ ഉണ്ട്. ബ്രഹ്മനാൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ തൃശ്ശൂലം കണ്ടില്ലേ, അതുപോലെ തന്നെ ഒരു പുണ്യഭൂമിയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് പണ്ട് കാലത്തുള്ള ആളുകൾ ഉണ്ടാക്കി വെച്ച ഒരുപാട് അമ്പലങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു ചെറിയൊരു അമ്പലം, നല്ല രസമുണ്ട്. കണ്ടോ ഈ കല്ലും കൊണ്ട് കറക്റ്റായിട്ട് അടുക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് പ്രത്യേക രസം. ഇതിനുള്ളിൽ ശിവനാണെന്ന് ഞാൻ വിചാരിക്കുന്നു, കാരണം കംപ്ലീറ്റ് മൂടിയിട്ടിട്ടുണ്ട്. മൂടിയിട്ടെന്ന് വെച്ചാൽ നമുക്ക് ദുർഗാദേവതയോ അല്ലെങ്കിൽ പാർവതിയോ ഒക്കെയാണ്. ഒരു കത്തിയും കടാരിയും ഒക്കെ ഉണ്ട് ഉള്ളിൽ. ഇതായിരിക്കുന്ന ഒരു കത്തിയൊക്കെ ഒരു പൊളി വാളൊക്കെ ഉണ്ട്.